ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര വട്ടം പറയാം? മൂന്ന് വട്ടം എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബിൽതഹാ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബിൽതഹാ അലൈഹി എന്ന് ദ്വാരക്കാനാണ്. അത് നിങ്ങൾക്ക് അറബി പാടൊന്നും കിട്ടില്ല. അപ്പോൾ അല്ലാഹുവേ, ഈ പെൺകുട്ടിയിലെ എല്ലാ ഖൈറും എനിക്ക് കൊണ്ടാണ്, ഈ പെൺകുട്ടിയിലെ എല്ലാ ശരീരത്തോട്ടും എന്നെ കാക്കണം. മനസ്സിലായില്ലേ? ഈ പെൺകുട്ടിയിലെ എല്ലാ ഖൈറും എനിക്ക് കൊണ്ട എല്ലാ ശരീരത്തോട്ടും എന്നെ കാക്കണേ എന്നുള്ളൊരു ദ്വാ ദ്വാരുന്നിട്ടുണ്ട്. ബിസ്മി ചൊല്ലിയിട്ട് ഏതാണ് കൊടുത്താൽ മതി, മഹറ് കൊടുത്താൽ മതി. അവിടെ ഇവരൊന്നും ഉണ്ടാവില്ല, ഈ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ അനുജന്മാരും നമ്മളെ മക്കളും ആയതുകൊണ്ട് നിങ്ങൾ ചൂണ്ടിയിട്ട് തന്നെ പറയാം. ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ സൗന്ദര്യമാകുന്നത് പുതുവണ്ണാകുമ്പോഴാണ്. ആ സൗന്ദര്യം മുഴുവനും നിക്കാഹിന് കഴിച്ചിട്ട് പുതിയാപ്പിള ആർക്കും കാണിച്ചു കൊടുക്കണം, മറ്റുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ദുരന്തമല്ലേ? ഇപ്പോൾ സഫ്വാൻ ഒരു പെൺകുട്ടി ഹലാലായി കിട്ടിയിട്ട് സഫ്വാൻ ആ മഹർ കെട്ടിക്കൊടുക്കുമ്പോൾ ചിലപ്പോൾ കൈയിങ്ങനെ മക്കളുണ്ടാവും, ഒരു ബേജാറൊക്കെ ഉണ്ടാവും. അത് മുഴുവൻ മറ്റുള്ളവർ ആസ്വദിക്കണം, ആ പെൺകുട്ടി. അപ്പോൾ നിക്കാഹിൻ്റെ കഴിഞ്ഞ് ഉടനെ തന്നെ തൻ്റെ ഭാര്യനെ ഹറാമിലേക്കൊണ്ട് കൊണ്ടേ കൊടുക്കുക. നമുക്കൊക്കെ അറിയുന്ന ഹറാമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് നമ്മൾ ചെയ്യണം, രക്ഷിതാക്കന്മാരൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്യണം. അപ്പം അത് ഉണ്ടാവരുത്. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ദീനീപരമായ ആക്കാലം, നമുക്ക് സൗകര്യം ഉണ്ടല്ലോ, ഒക്കെ സൗകര്യങ്ങളായില്ലേ. അപ്പം നിങ്ങളൊക്കെ അതിനെല്ലാവരും സഹകരിക്കണം. നിക്കാഹുകളൊക്കെ ഏതാകണം ഇസ്ലാമികപരമായിട്ട്. അവിടെ മഹർ കെട്ടി കൊടുക്കുന്നതിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുത്. കല്യാണത്തിലൊക്കെ അന്യ പുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലരാത്ത രൂപത്തിലാകണം. തുടർന്നുള്ളതൊക്കെ അങ്ങനെ ആകണം. എന്നാലേ അതിൽ ഏതുണ്ടാവുള്ളൂ, ബർക്കത്തുണ്ടാവും. ബർക്കത്തുണ്ടാവുമ്പോഴേ മക്കൾ നന്നാവുള്ളൂ. അധിക കുട്ടികൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കണില്ല, അധിക കുട്ടികൾ നിസ്കരിക്കണില്ല. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ നമുക്കൊക്കെ മരിച്ചുകൊണ്ടേ, നമ്മൾ സ്വർഗത്തിൽ ജീവിക്കേണ്ട ആൾക്കാരല്ലേ. അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ഇത്തരം ഹറാമുകളിൽ നിന്നിട്ടൊക്കെ ഒത്തു നിൽക്കുക. മഹർ കെട്ടി കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ഒരു ബർക്കത്തുള്ള രൂപത്തിലാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നിക്കാഹും കല്യാണവും ഒക്കെ അള്ളാഹിന്റെ ഹിഫ്ളും സലാമത്തിലും ആക്കട്ടെ. ഇവിടെ അപകടവും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും ഇല്ലാതെ ഭക്ഷണങ്ങളൊക്കെ വലിയ റാഹത്തായി വരുന്നവർക്കൊക്കെ നല്ല സന്തോഷമായ രൂപത്തിൽ എല്ലാം അള്ളാഹു നടത്തി തരുമാറാകട്ടെ.